ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇതെൻ്റെ നാടാണ്, എൻ്റെ വീട്ടിലെ കുളമാണ് ഇത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് കുഞ്ഞിൽ ഇതിനകത്ത് നമ്മൾ കുളിക്കുന്നതും സ്കൂളിൽ നിന്ന് വന്നിട്ട് ഓടി വരും വൈകിട്ട് കുളിക്കാനും. അന്ന് കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇതുപോലെ കുളിക്കുകയും പിന്നെ വെക്കേഷനൊക്കെ ആകുന്ന സമയത്ത് റിലേറ്റീവ്സും നമ്മുടെ വീട്ടിലുള്ളവരും എല്ലാവരും കൂടെ ചേർന്ന് ഇതിൻ്റെ ഈ പടിയിൽ ഇങ്ങനെ ഇരിക്കുകയും അവിടെ ഇരുന്ന് നമ്മൾ മാങ്ങ തിന്നും. അതേ കൂട്ട് തന്നെ ചാമ്പയ്ക്ക, എന്തെല്ലാം സാധനങ്ങളുണ്ട്. ആ ഒരു കുയിലിൻ്റെ പാട്ടും കിളികളും നിറയെ മീനുകളും എല്ലാം ഉണ്ട് ഈ കുളത്തിൽ കേട്ടോ. നമ്മൾ ഫിഷ് ഫ്രൈയൊക്കെ ഇപ്പോൾ പൈസ കൊടുത്ത് ചെയ്യത്തില്ലേ, അതിന് പകരം ഇവിടോട്ട് വന്ന് കാലിട്ട് ഇങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ. ദാ മീനെ കണ്ടില്ലേ, അങ്ങനെ ഒരുപാടുണ്ട്. ഇതിനെ നമ്മളങ്ങനെ ഒരുപാട് പിടിക്കത്തൊന്നുമില്ല കേട്ടോ, വളർത്തുന്നതും അല്ല. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ തന്നെ കയറി വരുന്നതാണ്. ഈ കുളത്തിനോട് ചേർന്ന് തന്നെ നമുക്കൊരു ചെറിയൊരു പാടം പോലുണ്ട്. അവിടെ നിറയെ കൃഷികളുണ്ട്. പടവലം, വെണ്ട, പയർ, അങ്ങനെ നിറയെ ഉണ്ട്. എൻ്റെ കുഞ്ഞിന് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. അയ്യോ അയ്യോ, അങ്ങനെ ഒരു 4 വയസ്സായതേ ഉള്ളൂ കുഞ്ഞിന്. എന്നാലും ഞങ്ങൾ ഇവിടെ ഇല്ലല്ലോ, നാട്ടിലില്ലല്ലോ. ഇപ്പം ഈ സമയത്ത് അങ്ങനെ നാട്ടിൽ കാണാറുമില്ല. ഇപ്പം നാട്ടിൽ വരേണ്ട ഒരു കാര്യം ഉണ്ടായിട്ട് നമ്മൾ പെട്ടെന്ന് വന്ന് അങ്ങനെ കുറച്ച് കൃഷികളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി. സാധാരണ ഈ സമയത്ത് നമ്മളങ്ങനെ നാട്ടിലേ വരാറില്ല. ഈ കൃഷികളെല്ലാം ഇനിയിപ്പം ഈ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം പോകും. വെള്ളം ആ കാണിച്ച കുളമില്ലേ, ആ കുളത്തിലെ വെള്ളം ഇങ്ങനെ പാടത്തോട്ട് കയറും. അപ്പം ആ പാടത്തു നിന്ന് ആ കണ്ട മീനുകളും എല്ലാം ഇങ്ങനെ കയറിപ്പോവും. ചിലപ്പോൾ എല്ലാവരും പിടിച്ചെടുക്കും. അയലത്തെ വീട്ടിലുള്ളവരൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും പിടിച്ചെടുക്കുവേ. അപ്പം എൻ്റെ കുഞ്ഞുനാളിൽ ഇതൊക്കെ ഞാൻ കണ്ടാണ് വളർന്നത്. ഇപ്പം എൻ്റെ കുഞ്ഞിന് ഇതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് വേറെ പോയല്ലോ, അതുകൊണ്ട് അവനിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ അയ്യോ ഇതൊക്കെ എന്താണെന്നുള്ള, ഈ പൂവൊക്കെ കണ്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന, ഒത്തിരി പൈസ കൊടുത്ത് വാങ്ങുന്ന പൂവൊക്കെ ഒന്നുമില്ല ഇതിൻ്റെയൊക്കെ ഒരു ഭംഗിയിൽ. ഇങ്ങനെ നിൽക്കുന്ന കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാമോ. അപ്പം നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ അതെപ്പോഴും നമുക്കൊരു സ്വർഗ്ഗം തന്നെ. നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരു സ്വർഗ്ഗം തന്നെ അല്ലേ. ഈ വെണ്ടയ്ക്ക, ഒരു വിഷമില്ലാത്ത വെണ്ടയ്ക്ക, അതിൽ പയർ, ഇതേ കാന്താരിമുളക് കണ്ടോ. ഞാനിവിടുന്ന് പോകുമ്പോൾ ഇതൊക്കെ അച്ചാറിട്ടാണ് പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ആ ഒരു മനസ്സിൽ, നമ്മുടെ ആ ഒരു കുഞ്ഞുനാൾ നമ്മുടെ മനസ്സിലോട്ട് പെട്ടെന്ന് ഓടി വരും. അപ്പോൾ ഇതാണ് എൻ്റെ നാട്.